ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഹലോ, സോറി ചാനലിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പഴയ ഇൻട്രോ തന്നെ പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കണില്ല, നെക്സ്റ്റ് പറയാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ മുത്താറി, അതായത് ചിലർ രാഗി എന്നൊക്കെ പറയും, അതുകൊണ്ട് ഒരു പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മുത്താറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നിസ്സാരമായിട്ട് കാണുന്നൊരു സാധനമാണ്. മുത്താറിക്ക് അത്രയും വിലയില്ല. ചിലർ രാഗി എന്നൊക്കെ പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കും, അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കും. ഇപ്പോൾ രാഗിയുടെ നൂൽപുട്ടിൻ്റെ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നൂൽപുട്ട് ചുടും, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പുട്ട് ചുടുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒരു 2-3 മണിക്കൂർ നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് വരുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു കറുത്ത തൊലി ഇങ്ങനെ അടർന്നു പോകും. അപ്പോൾ അത് നല്ലോണം കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ കളയണം. നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവാണ്. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് അതിട്ട ശേഷം നമ്മൾ അതിൻ്റെ അത്ര വെള്ളം, അതിന് സമമായിട്ട് നിൽക്കുന്ന രീതിക്ക് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിലും കുറച്ച് ഒഴിച്ചാൽ അരയുന്ന ജാറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ. എന്നിട്ട് നമ്മൾ അതൊന്ന് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് നല്ലോണം അരക്കണം, ചെറുതായിട്ടൊന്നും അരച്ചാൽ പോരാ, കാരണം അത് കുറച്ചൊക്കെ ഹാർഡായ തൊലിയാണ് അതിൻ്റെത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം, അതായത് ഇതിൻ്റെ മാവ് പുറത്തേക്ക് വരാനായിട്ട് കുറച്ചധികം നമ്മൾ അരച്ചു കൊടുക്കണം. അങ്ങനെ അരച്ചു കൊടുത്തിട്ട് നമ്മൾ അതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ 1 ടീസ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ നല്ല ഭാഗം മാത്രം പാത്രത്തിലേക്ക് വീഴും കേട്ടോ. അങ്ങനെ നമുക്കത് കിട്ടിയ ശേഷം നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ അരിച്ചെടുക്കണം. അപ്പോഴേ അതിനായിട്ട് ഫുള്ളായിട്ട് വരുള്ളൂ. അങ്ങനെ നമുക്ക് കിട്ടിയ ശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച ശേഷം, പാൽ ഇപ്പോൾ ഒഴിക്കണം എന്നില്ല, ഇപ്പോൾ ഉള്ളവർക്ക് അങ്ങനെ ഒഴിക്കാം. അങ്ങനെ ഒഴിച്ച ശേഷം നമ്മൾ ഗ്യാസിൽ വെക്കുക. ഗ്യാസിൽ വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബർണർ കത്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊടിയാണല്ലോ, അപ്പോൾ ആ പൊടി പെട്ടെന്ന് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ബർണർ ഓണാക്കുന്ന സമയത്ത് അത് വേഗം കട്ടയാകും. നമ്മൾക്കറിയാം, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കുറുക്കി കൊടുക്കുന്നവർക്കൊക്കെ അറിയാം, പെട്ടെന്ന് ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് കുറുകി പോകുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ബർണർ ഓണാക്കിയാൽ പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഓണാക്കുന്നതിൻ്റെ മുന്നേ ആദ്യം കുറച്ച് ഇളക്കുക, പിന്നെ ഓണാക്കി കഴിഞ്ഞാലും നിരന്തരം നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ സിമ്മിലാക്കിയിട്ടാണ് വെക്കുന്നതെങ്കിൽ കുറച്ചൊക്കെ ഇളക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇളക്കിക്കൊണ്ടിരിക്കണതാണ് നല്ലത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഏലക്കായ ഇട്ടല്ലോ, ഇനി നമ്മളിതിലേക്ക് ഉപ്പാണ് ചേർക്കാൻ പോകുന്നത്. ഒരു ലേശം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക, കാരണം നമ്മളിത് പായസം മോഡലിലാണല്ലോ ഉണ്ടാക്കണേ. അപ്പോൾ പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട് ആ മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഉപ്പിട്ട് കുടിക്കുന്നവരുണ്ട്, ഇത് ഷുഗറൊക്കെ ഉള്ളവർ ഉപ്പിട്ടിട്ടാണ് കുടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബ്ലഡിൽ കൗണ്ട് കുറവാണെങ്കിലും ബ്ലഡ് കുറവാണെങ്കിൽ, ഇപ്പോൾ ലേഡീസൊക്കെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ബ്ലഡൊക്കെ കുറവാണ് ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇത് കഴിച്ചാൽ മതി. അപ്പോൾ ഇഷ്ടം പോലെ നല്ല ബ്ലഡ് ഉണ്ടാവും. പിന്നെ ഈ ചില കുട്ടികളെ കണ്ടില്ലേ വിളറിയിട്ട് നിൽക്കുന്ന, അങ്ങനത്തോൽക്കൊക്കെ ഇത് നല്ലതാണ് ബ്ലഡ് ഉണ്ടാവാനായിട്ട്. പിന്നെ കൈവേദന, കാലുവേദന, ഇങ്ങനെ പേശികളിലൊക്കെ ഉണ്ടാവുന്ന വേദനകൾക്കും ഇത് ഏറ്റവും നല്ല ഒരു മരുന്നാണ്. അപ്പോൾ നമുക്ക് മഴയത്തും വെയിലത്തും ഒരുപോലെ ഇമ്മ്യൂണിറ്റി നൽകുന്ന ഒരു പായസം കൂടിയാണ് ഈ രാഗി പായസം അഥവാ മുത്താറി പായസം കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ കുറുകി വരുന്നുണ്ട്. ഇതിനൊരു ചെറിയ കളർ മാറ്റമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഉപ്പിട്ടിട്ടും ഇത് കുടിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, ഉപ്പിട്ടിട്ട് ആരും ഇഷ്ടമില്ല അതുകൊണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 4 കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇളക്കൽ നിർത്താനേ പാടില്ല. ഇപ്പോൾ അത് ഏകദേശമൊക്കെ നല്ല രീതിക്ക് കുറുകി വന്നിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള കുറുകലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പാലാണ്. ഞാനിവിടെ പശുവും പാലാണ് ചേർക്കുന്നത്. പശുവും പാലല്ല നല്ലത്, കോക്കനട്ട് പാലാണ് ചേർക്കാനായിട്ട് ഏറ്റവും നല്ലത് കോക്കനട്ട് പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ
ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. എനിക്ക് തേങ്ങാപ്പാൽ കിട്ടാൻ തേങ്ങക്ക് കുറച്ച് പ്രയാസമായത് കാരണമാണ് പശുവും പാൽ ചേർക്കുന്നത്. അപ്പോൾ പശുവും പാലിനേക്കാൾ ടേസ്റ്റ് തേങ്ങാപ്പാലാണ് എപ്പോഴും മുന്നിൽ ഞാൻ ഫസ്റ്റായിട്ട് പറയാം, കാരണം അതിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഈ നമ്മൾ ആ പാലൊഴിച്ച ശേഷം നമ്മളൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. അതിന് ശേഷം പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് തുള്ളി വന്നാൽ മതി. അപ്പോൾ നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഈ പശുവും പാലിന് അത്ര കുഴപ്പമില്ല, പക്ഷേ തേങ്ങാപ്പാലാണെങ്കിൽ പിന്നെ തിളക്കേണ്ട ആവശ്യം തീരെ ഇല്ല. അത് ആ ചൂടുള്ള പായസത്തിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് വാങ്ങി വെക്കാം. ഇതിപ്പോൾ പശുവും പാലായത് കാരണമാണ് ഒന്ന് തുള്ളാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്, മാറ്റി വെച്ചിട്ട് ഇനി ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയില്ലേ, നമ്മൾ നിലക്കടല, അതിനെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ മണലിലൊന്നും അല്ല വറുക്കുന്നത്, കാരണം ഇത് പായസത്തിലേക്ക് ഇടാനായിട്ടുള്ളത് കാരണം ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പിന് അധികം ടേസ്റ്റ് ആവശ്യമുണ്ടോ എന്നുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർക്കാതെയാണ് ഇത് വറുക്കുന്നത്. അപ്പോൾ നമ്മളിത് വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് 1/2 kg നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതില്ലാത്തവർക്ക് ഡാൽഡയൊക്കെ ഉപയോഗിക്കാം. ഇനി ഇത് ചേർത്തിട്ട് നമ്മൾ ഈ പായസം ഒന്ന് വറവിടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നെയ്യ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ പായസം ഒന്ന് നല്ലോണം വറുത്തെടുക്കാൻ ചെയ്യുന്നത്. നെയ്യ് ഇവിടെ കുറച്ച് കുറവാണ്, പിന്നെ വേണമെങ്കിൽ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. അണ്ടിയും മുന്തിരിയും അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ മഴയത്തും അതായത് തണുപ്പത്ത് നമുക്ക് ഒന്ന് ചൂടാക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ചൂട് സമയത്ത് ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് കുടിക്കാൻ കൊടുക്കാം. അതുപോലെ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കളിക്കാൻ പോകുമ്പോൾ ഒക്കെ നല്ലൊരു ഇതാണിത് കൊടുക്കുന്നത്. നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനും ബ്ലഡ് ഉണ്ടാവാനും ബ്ലഡിലുള്ള അണുക്കളും ഒക്കെ പോയിട്ട് ബ്ലഡ് തെളിഞ്ഞ് വരാനും ഒക്കെ നല്ലതാണ് മുത്താറി. പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞ് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മളിത് കുറുക്കാക്കി കൊടുക്കുമല്ലോ, അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഭക്ഷണമായിട്ട് കൊടുക്കാം. വയറൊക്കെ ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്ക് അടിച്ചോളി, നിങ്ങളൊക്കെ ഷെയർ ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.